ിലെ തോൽവിയിൽ LDFും UDFും ആത്മപരിശോധന നടത്തണമെന്ന് VS സുനിൽകുമാർ. അപ്രതീക്ഷിതമായിട്ടുള്ള ഫലമാണ് ഉണ്ടായത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലത്തിലും BJP ലീഡ് ചെയ്തു. ഇത് ഇടതുമുന്നണി പരിശോധിക്കണമെന്നും VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്തു എന്ന് പറയുന്നത് അത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും അത് വിശദമായി തന്നെ പരിശോധിച്ചാലാണ് ഏതൊക്കെ മേഖലയിലാണ് അത്തരം കുറവുകൾ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 2019 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാളും ഇപ്പോൾ ഇതുവരെ എണ്ണിയ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 14,000 വോട്ടുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേഡർ വോട്ടുകളിൽ കുറവ് സംഭവിക്കലുണ്ടായത് 2019 അപേക്ഷിച്ച് വോട്ടിൽ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് 1,00,000-ലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതും 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതും വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടതാണ്. 2019 സ്വന്തം ഭൂരിപക്ഷം മറികടന്നാണ് 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എറണാകുളത്ത് ഹൈബി വിജയൻ ഗംഭീര ജയം സ്വന്തമാക്കിയത്. LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ നേടിയ ആകെ വോട്ടുകളേക്കാൾ കൂടുതലാണ് ഭൂരിപക്ഷം ഹൈബിക്ക് ലഭിച്ചത്. നവമി ദിനേശ് ആയിരുന്നു വിവരങ്ങളുമായി. നവമി, പ്രതീക്ഷിച്ചതാണ് എറണാകുളത്ത് ഏറെക്കുറെ ഹൈബിയുടെ വിജയം, പക്ഷേ ഭൂരിപക്ഷം ഇത്രമാത്രം ഉയരുമെന്ന് ഉള്ള സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. KJ ഷൈൻ ടീച്ചർ സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ പരിചിതിയാണ്. ഈ ടീച്ചേഴ്സ് സംഘടനകളിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു പാർട്ടി അംഗം എന്നുള്ള തരത്തിൽ വലിയ പ്രചരണം, ഒരു വനിത എത്തുന്നുള്ള പ്രചരണം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ആ ഹൈബിയുടെ പ്രഭാവത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഹൈബി എന്താണ് പ്രതികരിച്ചത് ഈ ഗംഭീര ഭൂരിപക്ഷത്തിൽ? എന്തായാലും എറണാകുളത്തിന്റെ ഹൃദയത്തിൽ വീണ്ടും ഹൈബി സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് വന്നപ്പോൾ വലിയ രീതിയിൽ ആശങ്കയായിരുന്നു കോൺഗ്രസ് ക്യാമ്പിലും ഒപ്പം ഹൈബിക്കും. കാരണം ഏതെങ്കിലും തരത്തിൽ തന്റെ ഭൂരിപക്ഷത്തിൽ കുറവ് വരുമെന്ന് തന്നെ ഉറച്ചു പ്രതീക്ഷിച്ചു പാർട്ടിയും സ്ഥാനാർത്ഥിയും. പക്ഷേ വോട്ട് എണ്ണിത്തുടങ്ങിയപ്പോൾ തന്നെ വലിയ ഭൂരിപക്ഷം ആദ്യ റൗണ്ട് കടന്നപ്പോൾ തന്നെ തന്റെ ഭൂരിപക്ഷത്തെ, തന്റെ കഴിഞ്ഞ തവണത്തെ 2019 ഭൂരിപക്ഷത്തെ പോലും മറികടന്നുകൊണ്ട് വലിയൊരു നേട്ടം ഹൈബി സ്വന്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. മറ്റ് അടിയൊഴുക്കുകളൊന്നും തന്നെ ഇല്ലാത്ത, തിരിമറികളോ അട്ടിമറികളോ ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്ത പാർട്ടി പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാ രീതിയിലും, എല്ലാ വീടുകൾ കയറിയിറങ്ങി ബൂത്ത് തലത്തിലും എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു മണ്ഡലം കൂടിയാണ് എറണാകുളം. അത് തന്നെയാണ് ഇന്നലെ വന്ന റിസൾട്ടിലും പ്രതിഫലിച്ചത്. എന്തായാലും വളരെ സന്തോഷത്തിലാണ് ഹൈബിയും കുടുംബവും. ഇന്നലെ ഹൈബി ബൂത്തുകളിലൊക്കെ വന്ന് പ്രവർത്തകരെ കാണുകയും ഒപ്പം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നലെ ഹൈബി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത് ജനങ്ങളുടെ ഒരു ജനങ്ങളുടെ വിജയം കൂടിയാണ്. തനിക്ക് കൂടുതൽ ഉത്തരവാദിത്വം കൂട്ടുന്നു. കാരണം തന്നിൽ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് തനിക്ക് ഇത്രയും ഭൂരിപക്ഷം കൂടിയത്. എന്തായാലും വരും വർഷങ്ങളിൽ, ഇനിയൊരു 5 വർഷം തന്റെ പല വികസന പദ്ധതികളും മണ്ഡലത്തിൽ ഉണ്ടാകും. ഇനിയും കൂടുതൽ പ്രതീക്ഷകൾ, തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നവരെ നിരാശപ്പെടുത്തില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈബി പറഞ്ഞത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിജയത്തിനും അതും കേരളത്തിലെ പ്രവർത്തകർക്ക്, കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയൊരു നേട്ടമായി തന്നെ ഹൈബി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഹൈബി 2,50,385 ഭൂരിപക്ഷത്തോടെയാണ് വലിയ ഒരു വിജയം സ്വന്തമാക്കിയത്. ആകെ 4,82,317 വോട്ടുകളാണ് ഹൈബിക്ക് ലഭിച്ചത്. CPIM സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ ആയിക്കോട്ടെ 2,61,932 വോട്ടുകൾ. ഷൈൻ ടീച്ചറിനെ നമുക്കറിയാം മണ്ഡലത്തിൽ സുപരിചിതയല്ല. പക്ഷേ പ്രഖ്യാപിച്ച സമയം മുതൽ ഈ KJ ഷൈൻ എന്ന വ്യക്തി ആണ് CPMന്റെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചത് മുതൽ പാർട്ടി പ്രവർത്തകർക്കിടയിലായിക്കോട്ടെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലായിക്കോട്ടെ അത്ര സുപരിചിതയായിരുന്നില്ല. പക്ഷേ പിന്നീട് ഓരോ പ്രചാരണം, ഈ 1 മാസത്തിലധികം നീണ്ടുനിന്ന ആ ഒരു പ്രചാരണ വേളയിൽ ഷൈൻ ടീച്ചർ ശരിക്കും ഷൈനായി തന്നെ നിന്നു. പലയിടങ്ങളിലും അവരുടെ പ്രസംഗത്തിന്
ആളുകളെ കൂട്ടാനായി സാധിച്ചു. ഒപ്പം ലത്തീൻ സഭയ്ക്ക് ഏറ്റവും ഒഴുക്കുകളുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ എറണാകുളം മണ്ഡലം. പക്ഷെ ആ ഒരു പ്രതിനിധിയെ തന്നെ മുൻനിർത്തി CPM തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എങ്കിൽ പോലും വലിയ രീതിയിൽ വോട്ട് നേടാനായി കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ തന്നെ വോട്ട് മേഖലകളിൽ നിന്നും വോട്ട് ചോർന്നു. പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ വോട്ട് ഹൈബി കൊണ്ടുപോയി എന്നുള്ളൊരു വിമർശനമൊക്കെ വരുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ളൊരു വിശകലനം വരും മണിക്കൂറിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ, ജില്ലാ സെക്രട്ടറിയുടെ അടക്കം നേതൃത്വത്തിൽ ഉണ്ടാകും. അതിൽ നിന്ന് നമുക്ക് എവിടെയൊക്കെയാണ് ഈ വോട്ട് ചോർച്ചകൾ ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും. എന്തായാലും അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായ KS രാധാകൃഷ്ണൻ 1,44,500 വോട്ടുകളും നേടുകയും ചെയ്തു. ഈ KS രാധാകൃഷ്ണൻ ഈ കഴിഞ്ഞ പ്രാവശ്യം 2019 BJP നേടിയ വോട്ടുകളെക്കാളും കൂടുതൽ വോട്ട് പിടിക്കാൻ BJPക്ക് ഇത്തവണ എറണാകുളം മണ്ഡലത്തിൽ കഴിഞ്ഞു. അതും പറവൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ, ഈ VD സതീശന്റെ മണ്ഡലത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ KS രാധാകൃഷ്ണന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയാണ്, അദ്ദേഹം താമസിക്കുന്ന മണ്ഡലം കൂടിയാണ്. അദ്ദേഹം താമസിക്കുന്ന ലോക്സഭാ മണ്ഡലം, നിയമസഭാ മണ്ഡലം എല്ലാം കൂടി ആയപ്പോൾ വലിയ രീതിയിൽ വോട്ട് നേടാൻ KS രാധാകൃഷ്ണനും കഴിഞ്ഞു. അതോടൊപ്പം ഈ 2020 സ്ഥാനാർത്ഥി ആന്റണി ജൂഡി ആയിക്കോട്ടെ 39,808 വോട്ടുകളും നേടാൻ സാധിച്ചു. എന്തായാലും എറണാകുളത്ത് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. വരും വർഷങ്ങളിൽ, ഇനി ഒരു 5 വർഷത്തിനുള്ളിൽ ഹൈബിയുടെ പല മാറ്റങ്ങളും പല വികസനങ്ങളും എറണാകുളത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ. ഓക്കെ, നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.